നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവരാത്രി സീരീസിന്റെ 4th ഡേ ആണ് കേട്ടോ. അപ്പൊ 4ാം ദിവസം നമ്മൾ ദേവിയെ കൂഷ്മാണ്ഡ ദേവിയായിട്ടാണ് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന പേരിന്റെ തന്നെ അർത്ഥം എന്താന്ന് വെച്ചാൽ കൂ എന്ന് വെച്ചാൽ ഒരു ചെറുപുഞ്ചിരിയും, അതുപോലെ തന്നെ കൂഷ്മം എന്ന് വെച്ചാൽ ഊർജവും, അതുപോലെ തന്നെ ആഢം എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡവുമാണ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് ദേവിയുടെ ചെറുപുഞ്ചിരിയിൽ നിന്ന് ഊർജത്തോടു കൂടെ ഉണ്ടായ ബ്രഹ്മാണ്ഡമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എന്നുള്ളതാണ് കൂഷ്മാണ്ഡ ദേവിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സൃഷ്ടി മാതാവ് ദേവി കൂഷ്മാണ്ഡ ദേവിയാണെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഒരു കാലഘട്ടത്തില് പ്രപഞ്ചത്തിൽ അന്ധകാരം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ദേവിയുടെ ചെറുപുഞ്ചരിയിൽ നിന്നായിരുന്നു അത്രേ നമ്മുടെ പ്രപഞ്ചത്തിലേക്ക് ഊർജവും വെളിച്ചവും നൽകി ജീവന്റെ തുടിപ്പ് പ്രപഞ്ചത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു കേൾവിയും കൂടെ ദേവിയുടെ പേരിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൂഷ്മാണ്ഡ ദേവിയുടെ രൂപം നമുക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാം അമൃത കലശം ഏന്തി സിംഹത്തിലിരുന്ന് സർവ്വ ആയുധങ്ങളും ഏന്തിയ പുഞ്ചിരിയോടുകൂടിയുള്ള ദേവിയാണ് നമുക്ക് കാണപ്പെടുന്നത്. ഈ അമൃത കലശം സൂചിപ്പിക്കുന്നത് സർവ്വ ആരോഗ്യത്തെയാണ്. അതുപോലെ തന്നെ സർവ്വ ആയുധങ്ങളും സൂചിപ്പിക്കുന്നത് സർവ്വശക്തിയും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ ചരാചരങ്ങൾക്കും ശക്തിയും അതുപോലെ തന്നെ ആരോഗ്യത്തിന്റെയും മുഖ്യം, അതുപോലെ അതിൻ്റെതായ ഒരു വാല്യൂ ആണ് ദേവിയുടെ ആ രൂപം തന്നെ കാണിക്കുന്നത്. അതിനോടുകൂടെ തന്നെ ദേവി മാല, അതായത് ജപമാലയും കൂടെ ദേവിയുടെ അലങ്കാരമായി ദേവി സ്വീകരിക്കുന്നുണ്ട്. ജപമാല സൂചിപ്പിക്കുന്നത് അറിവിനെയാണ് കേട്ടോ. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും ശക്തിയും ആരോഗ്യവും ഊർജവും അതുപോലെ തന്നെ അറിവും വേണം എന്നുള്ളത് ദേവി തന്റെ രൂപത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നവരാത്രിയുടെ 4ാം ദിവസം, അതായത് നവദുർഗ ഭാവത്തിലെ 4ാം ദിവസം പ്രപഞ്ചത്തിന്റെ സൃഷ്ടി മാതാവായിട്ടാണ് ദേവി കൂഷ്മാണ്ഡ ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂഷ്മാണ്ഡ ദേവിയെ ആരാധിക്കുന്നവർക്ക് ആരോഗ്യവും സമ്പത്തും ശക്തിയും അറിവും അതുപോലെ തന്നെ കീർത്തിമാനോ അല്ലെങ്കിൽ കീർത്തിവതിയോ ആവും എന്നുള്ളതാണ് കേട്ടുകേൾവി. സൂര്യ കുടുംബത്തിൽ വസിക്കുന്ന ദേവിയായിട്ടാണ് നമ്മൾ ദേവി കൂഷ്മാണ്ഡ ദേവിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു, ഈ ഒരു നവരാത്രി ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളാവട്ടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേവി കൂഷ്മാണ്ഡയുടെ അനുഗ്രഹവും എല്ലാം ലഭിക്കട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച്.